ഹലോ 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 ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. എൻ്റെ എല്ലാം ടെസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് തന്നെ 3 മുട്ട എടുത്തിട്ട് കുക്കറിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യാം. ഒരു 2 വിസിൽ. ഇത് കോഫിക്കുള്ളതാണ് കേട്ടോ. നമ്മൾ പൊതുവേ കുക്കറിലാണ് മുട്ട വയ്ക്കാറ് കേട്ടോ. കുക്കറിൽ ഒരു 2-3 വിസിൽ വെച്ചാൽ 2-3 എന്ന് വേണ്ട, ഒരു 2 വിസിൽ വെച്ച് കഴിഞ്ഞാൽ ആയിക്കോളും. പിന്നെ വേണ്ടത് 2 സവാള, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്. ഒണിയനെ നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് ഇട്ടെടുത്താൽ നല്ല ഫൈനായി കിട്ടുമല്ലോ പറഞ്ഞിട്ട് ചോപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ എല്ലാ റെസിപ്പീസും ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതേമാതിരി മുട്ടക്കറി ഇതുവരെയായിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് അമ്മയില്ല, അത് കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനും ഇക്കായും ബേബിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. മുട്ടക്കറി പത്തിരി. അപ്പോൾ ഒണിയനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിനെ ഞാൻ മിക്സിയിലിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചില ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ കടിക്കാൻ കിട്ടിയാലോ പറഞ്ഞിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ എഗ്ഗ് ബോയിലായിട്ടുണ്ട് കേട്ടോ. ഇനി എഗ്ഗിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കുത്തിയെടുക്കാം. ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മസാല കയറുമല്ലോ, അതിന് വേണ്ടി അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റുന്നുണ്ട്. ഇനി മസാല പിടിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ വരഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ഇതേമാതിരി കുത്തി കൊടുക്കാം. ഒരു കൈ വെച്ച് നടക്കുന്നില്ല, എല്ലാത്തിലും ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചു. ചൂടാ വരുമ്പോഴേക്കും ഓയിൽ ഒഴിച്ചു, കോക്കനട്ട് ഓയിൽ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. വേണമെങ്കിൽ ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ചെയ്യുക, കരിയാണ്ട് നോക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടായാലും മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എഗ്ഗിനെ ആഡ് ചെയ്യാം. എഗ്ഗിനെ ഇട്ടൊരു 2 മിനിറ്റ്സ്, ഇതിൽ കൂടുതൽ വേണ്ട, ഒന്ന് കോട്ടായി കിട്ടിയാൽ മതി. ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിനെ ഓരോന്നിനെ മാറ്റി വെക്കാം. ഒരുപാട് നേരം വെച്ച് അത് കരിയാണ്ട് നോക്കണം കേട്ടോ. പിന്നെ ഈ ഓയിലിൽ തന്നെ ഒരു ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ഓണിയൻ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കുക. ആ ഓയിൽ എല്ലായിടത്തും എത്തുന്നവരെ നല്ലോണം മിക്സ് ചെയ്യുക. സോൾട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓണിയൻ സോഫ്റ്റ് ആവും കേട്ടോ. ആ ഓണിയനിൽ ആ ഓയിൽ എല്ലായിടത്തും എത്തുന്ന വരെ ഇതാക്കി ഒരുപാട് ഓയിൽ ഒഴിക്കണം കേട്ടോ. പിന്നെ അതിൽ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. കുറച്ചല്ല, 2 പച്ചമുളക് ഒന്ന് നടുവേ മുറിച്ചത് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നടുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് അതിനെ ഒന്ന് ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിനെ ഞാൻ ജ്യൂസ് ആക്കിയിട്ടാണ് ഒഴിക്കുന്നത്. കറി തിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എനിക്കറിയില്ല തിക്കാവോ ഇല്ലേന്ന്. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു. ഇനി ടൊമാറ്റോയുടെയും ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടാൻ വെക്കാവേ.
1.5 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പൊടി, മനസ്സിലായോ? അപ്പോൾ 1 ഗ്ലാസ് പൊടി എടുക്കുന്നത് ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. 1 ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് വേണം പത്തിരി പൊടി ഇടാൻ. നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ആ മാറ്റി വെച്ച ഒണിയനില്ലേ, അതിൻ്റെ ഒരു പകുതി പോർഷൻ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യും. തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മൊത്തത്തിൽ വേണമെങ്കിൽ അടിക്കാം, പക്ഷേ നമുക്ക് ഇനി ഇടയ്ക്കൊന്ന് കടിക്കാൻ സവാളയൊക്കെ കിട്ടുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് പകുതി അരച്ചു, പകുതി അങ്ങനെ തന്നെ ഇട്ടു. നല്ലോണം മിക്സാക്കി. പിന്നെ ഇതിലേക്ക് ആച്ചിയുടെ ചിക്കൻ മസാല അത് ആഡ് ചെയ്യാൻ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി, പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആച്ചിയുടെ ചിക്കൻ മസാലയാണ് കേട്ടോ നല്ലത്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് വെച്ച് നോക്കും ആച്ചിയുടെയാണ്. ഈസ്റ്റേണൊന്നും എനിക്ക് അത്ര പറ്റിയില്ല. അതിലേക്ക് ഇത്തിരി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടൂ അതോ. നല്ലോണം മിക്സാക്കി. അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ഇത് മഞ്ഞൾപ്പൊടിയല്ല, ദിസ് ഇസ് മല്ലിപ്പൊടി. ഞങ്ങളുടെ മല്ലിപ്പൊടിയുടെ കളർ ഇതാണ് കേട്ടോ. നല്ലോണം ഇതാക്കി. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ജാറ് തന്നെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇടുമ്പോൾ പെട്ടെന്ന് ഒന്ന് കുറുക്കി കിട്ടും കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു. ആവശ്യത്തിനുള്ള വാട്ടർ ആഡ് ചെയ്തു. ഇനി നല്ലോണം ഈ ടൈമിൽ ഉപ്പും എരിവൊക്കെ നോക്കുക, വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം ഇടുന്നത് അവിടെ നിന്ന് വറ്റട്ടെ. നമുക്ക് ഈ ടൈമിൽ പത്തിരി ഉണ്ടാക്കാം. പാലക്കാട് അങ്ങനെ ഞാൻ പൊതുവെ കണ്ടിട്ടില്ല കേട്ടോ പത്തിരിയുടെ കൂടെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വീട്ടിൽ നമ്മുടെ എറണാകുളത്തൊക്കെ പത്തിരിയുടെ കൂടെ എന്തായാലും തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ദിവസമൊക്കെ തേങ്ങാപ്പാൽ എടുക്കും കേട്ടോ. ആദ്യം ഒരെണ്ണമൊക്കെ വെച്ച് ഉണ്ടാക്കി, പിന്നെ പണി വേഗം തീരാൻ വേണ്ടിയിട്ട് 2 വെച്ചു, പിന്നെ 3 വെച്ചു. ഈ സൈഡിൽ ആ ഒരു ഇങ്ങനെ ഒരു അണീവനായിട്ട് വന്നിട്ടില്ലേ പത്തിരി, അത് ഒരുപാട് കുഴക്കാനിട്ടാന്ന് പറയും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, പാല് റെഡി, പത്തിരി റെഡി, നമ്മുടെ ആളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് പറയും കേട്ടോ, അത് ടേസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ പറയായിരുന്നു സവാള കൂടിയിട്ടാന്ന് തോന്നുന്നു, ഒരു മധുരം ഉണ്ടെന്ന്. ആക്ച്വലി നമ്മൾ കടയിൽ നിന്ന് കിട്ടണ എനിക്ക് ഇത്തിരി മധുരം ഉണ്ടാവില്ലേ,